എല്ലാവർക്കും എന്റെ ഉഴിച്ചിലും പിഴിച്ചിലും എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എന്റെ ഗൈസ്, ഇന്നൊരു സന്തോഷ വാർത്തയുണ്ട്. എന്റെ യൂട്യൂബ് ചാനൽ 25K ഫ്ലവേഴ്സ് ആയിരിക്കുകയാണ്. എല്ലാവരും എന്റെ വീഡിയോ കണ്ട് ലൈക്ക് കമന്റ് ഒക്കെ ചെയ്യണം. പക്ഷെ വേറൊരു കാര്യമാ, ഷെയർ ചെയ്യരുത്. കാണുന്നവർ കാണട്ടെ, വേണമെങ്കിൽ കാണട്ടെ. പിന്നെ വേറൊരു കാര്യം, ഞാനിവിടെ രഹസ്യമായ മരുന്നുകളുടെ കൂട്ടാണ് ഗായ്സുകളെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അത് ഞാനും ഈ മൊബൈലും നിങ്ങളും അല്ലാതെ നാലാമതൊരാൾ അറിയരുത്. സത്യം പറയും. പിന്നെ ഇന്ന് ഞാനൊരു പുതിയ പച്ചമരുന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. കണ്ടോ, ഇതിന്റെ പേരാണ് ശിവൻകുട്ടി. ശിവൻകുട്ടി പോലും കുറുന്തോട്ടി. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയുമായി അടുത്ത ആഴ്ച കാണാം. ഗായ്സ്, കേറി വാടാ മോനെ. കിട്ടണേ, ഞാൻ വരുന്നതിന് മുമ്പ് നീ ആരാ ഇവിടെ വിളിച്ചു കയറ്റിയേ? ഞാൻ എന്റെ കൂട്ടുകാരനെ ഫോൺ ചെയ്യുമായിരുന്നു. നീ വെച്ച് വിളക്കിയായിരുന്നോ? വെച്ച് വിളക്കിയായിരുന്നോ? വിളക്ക് വെച്ചായിരുന്നോ? ഞാൻ എന്റെ കൈ കൊണ്ട് നടക്കുവാന്നോ, ഞാൻ അതോടെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഉണ്ടോ? എനിക്ക് അതറിഞ്ഞാ മതി. അത് പോട്ടെ. വൈകുന്നേരം ആടിന് രാവിലെ തീറ്റിക്ക് പോയില്ല, ഇപ്പോഴാണ് വരുന്നത്. ആടിന് തീറ്റയാണോടാ ഇത്? ഇത് പച്ചമരുന്നല്ലോടാ ഇത്? എന്റെ പൊന്നു വൈദ്യരെ, വേണ്ട, ഈ കാലാവസ്ഥ കണ്ടോ? കണ്ടു. കോട്ടയം, കോഴിക്കോട് അവിടൊക്കെ ഇപ്പൊ ഓറഞ്ചാ. നീ പത്തനംതിട്ട വെടിക്കെട്ട് പേരക്കായ? അതല്ല, മഴയുടെ കാര്യമാ പറഞ്ഞത്. ഈ മഴയായിട്ട് നിങ്ങൾ ഈ പോച്ച പറിക്കാൻ പോയി കഴിഞ്ഞാൽ കാലെ പാമ്പ് കൊത്തത്തില്ലേ? നീ എന്ത് പറഞ്ഞത്? എന്തോ നീ പറയുന്ന സാധനം എന്താണെന്നറിയോ? പൊന്നുമോനെ, ഈ മരുന്നിന്റെ പേരാണ് ആടലോടകം. ഇതിന്റെ പേരാണ് സത്വസുഗന്ധി. ഇത് ചെറുകൊള. അത് കള. ഇത് കളയാനോ? ഞാൻ കഷ്ടപ്പെട്ട് പറിച്ചോണ്ട് വരുമോ ഈ സാധനം? എടാ, ഈ മരുന്ന് എന്തോനുള്ള നിനക്കറിയാമോ? എന്തോന്നുള്ളതാ? എടാ, ഈ അതെന്തോ അസുഖത്തിനുള്ള നിനക്കറിയത്തില്ല. എനിക്കറിയത്തില്ല. അപ്പൊ പിന്നെ ഇതെന്തോ ഇല്ലേ ഇത്? ഇതിനകത്തേലും പിഴിഞ്ഞ് കേട്ടിഞ്ഞ. അതുപോട്ടെ വൈദ്യരെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ മരുന്നിനൊക്കെ കണക്കുണ്ടോ? പിന്നെ ഇതെല്ലാം കണക്കില്ലല്ലോടാ. അതൊക്കെ വേണമെങ്കിൽ വിദ്യാഭ്യാസം വേണം. നീ എത്ര വരെ പോയി? ഞാൻ 6 വരെ പോയി. ചൂണ്ടയിടാൻ? അല്ലല്ല, 6ാം ക്ലാസ് വരെ പോയത്. എടാ, അതൊന്നും പോരാ, നല്ല വിദ്യാഭ്യാസം വേണം. വൈദ്യര് ഉരുണ്ട് കളിക്കല്ലേ. എന്തുവാ? കഴിഞ്ഞ മാസം ഒരു 500 രൂപ തരാനുണ്ട് എനിക്ക് ഇങ്ങോട്ട്. അത് പറയുമ്പോ അങ്ങ് മറന്നു പോവല്ലോ. എങ്ങനെ മറക്കും? ഞാൻ മറന്നു വരുമ്പോ നീ ഓർമ്മിപ്പിക്കും. അതൊക്കെ മറക്കാനൊരു സമയം എന്താ? സകല സമയം നീ എനിക്കൊന്നാ. ഞാനൊന്ന് ചോദിക്കട്ടെ, നിനക്ക് എന്തിനാ ഈ 500 രൂപ? ഇവിടെ ഉണ്ടാക്കുന്ന പച്ചമരുന്ന് മൊത്തം നീ തിന്നുന്നുണ്ട്. ഞാനിവിടെ വെക്കുന്ന ലേഖ്യം ഞാൻ തരുന്നത് കൂടെ കട്ടെടുത്ത് നീ തിന്നുക. അങ്ങനെയല്ലോ നീ നന്നായിരിക്കുന്നേ. ലേഖ്യത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഞാൻ ഇവിടെ ഇരിക്കുന്ന ഒരു ചെറിയ ലേഖ്യം കൊണ്ടുവന്ന് അപ്പുറത്തെ രമണിക്ക് കൊണ്ട് കൊടുത്തതിന്റെ ബാക്കി ഇവിടെ കൊണ്ടുവന്ന് വെച്ചപ്പോ വൈദ്യരെന്തോ പറഞ്ഞത്, ഈ ലേഖ്യം ഇനിയും വേണ്ട. അതാണോ ഞാൻ പറഞ്ഞേ? പിന്നെന്തോ പറഞ്ഞു? എടാ, ലേഖ്യം വേണ്ടെന്നല്ല പറഞ്ഞേ, രമണിയുമായിട്ടുള്ള നിന്റെ ഈ ലോഹ്യം വേണ്ടെന്നല്ലയോ ഞാൻ പറഞ്ഞേ. ഇല്ലാത്ത എണ്ണ പോലും ഇല്ല, ഞാൻ എന്തോ ചെയ്യാനിപ്പോ. അപ്പൊ ഞാൻ പറഞ്ഞു വിട്ട നീ എണ്ണ വാങ്ങിച്ചില്ല. ഞാൻ ആ കടയിലെല്ലാം പോയി തിരക്കി, അങ്ങനെ ഒരു എണ്ണയെ അവിടെ ഇല്ല. നീ എന്തോ ചോദിച്ചേ? ഞാൻ പറഞ്ഞു ചക്കില കാച്ചി എണ്ണ വരാൻ പറഞ്ഞു. ചക്കിലാട്ടിയതല്ല, ചക്കിലാട്ടി എണ്ണ മേടിച്ചോണ്ടേ പറഞ്ഞേ. 6:30 സകല മരുന്നിന്റെ പരിപാടിയും തീർക്കണം. അത് തീർക്കാം. കാരണം 7 മണിയാകുമ്പോ ഞാൻ മരുന്നിന് ഒരു പോക്ക് പോകും. ഞാനും ഉണ്ട്. അത് പറയുമ്പോ നീ മുമ്പിലായിട്ട് അങ്ങ് ചാടുമല്ലോ. അതിന് പേഷ്യന്റ് വരുന്നോ നോക്കണം കേട്ടോ. നോക്കാം. അതെങ്ങനാന്ന് പറയാ, കറ്റാർവാഴ കൊണ്ടുവച്ചിട്ട് കൊല വെട്ടാൻ കാത്തിരുന്നോനാ. ഇവിടെ കൂടെ തലവേന കാണിക്കാനൊക്കെ ഉണ്ട്. ഹലോ, ഇവിടെ വൈദ്യുണ്ടോ? വൈദ്യുതി ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. ഞാൻ രാവിലെ ഇച്ചിരി കഞ്ഞി കുടിച്ചിട്ട് നിൽക്കാൻ. എന്തുവാടാ? ആരാണ്ട് വന്ന് വൈദ്യുതി ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ഞാൻ കാണിച്ചിട്ട് എന്തുവാടാ? ഞാൻ നിങ്ങളുണ്ടോ എന്ന് ചോദിക്കാൻ വന്നയാണോ? ഇവിടെ ചികിത്സിക്കാൻ വൈദ്യുതി ഉണ്ടോ? ഉണ്ട്. ഞാൻ തലവേദനയ്ക്ക് വന്നേ ഇവിടെ. എന്നാ അത് പറ, ഇരിക്കേ. എന്തുവാ പേര്? എന്റെ സജി കണ്ടംപേരൂർ. എങ്ങനാ വന്നത്? ഞാൻ ഓട്ടോ വിളിച്ചു വന്നു. ഓട്ടോ വിളിച്ചാണോ എല്ലാവർക്കും തലവേദന വരുന്നേ? തലവേദന എങ്ങനെ വന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. അത് കുട്ടിക്കാലം മുതലേ ഉണ്ട്. കുട്ടിക്കാലത്ത് എവിടാ? കുട്ടിക്കാലത്താണോ ഞാൻ പറഞ്ഞത്? കറ്റാനം. കറ്റാനോ? കണ്ണൻ പേര്. എനിക്ക് ഭ്രാന്ത് വരുന്നു സത്യം പറഞ്ഞു. ഭ്രാന്തിനുള്ള ഗുളിക ഉണ്ടെന്ന് ഇവിടെ. എന്റെ വൈദ്യുതി എന്നെ നിങ്ങൾ കളിപ്പാട്ടമാക്കരുത് കേട്ടോ. കളിപ്പാട്ടത്തിൽ കാര്യം പറഞ്ഞപ്പോഴാ ഇന്നലെ ആ ടിവിയിലാ സിനിമ ഉണ്ടായി. അയ്യോ, ഞാൻ കണ്ടതാ. സത്യം പറഞ്ഞ ഉർവശിയുടെ അവസ്ഥ കണ്ട് ഒരുപാട് വിഷമിച്ചു ഞാൻ. നീ കണ്ടായിരുന്നു ആ പടം? കണ്ടോ? ഞാനും കണ്ടത്. പക്ഷെ ഞാൻ ലാസ്റ്റ് ഭാഗം കണ്ടില്ല. കണ്ടില്ലയോ? ഷോ അതിനകത്ത് ഉർവേഷിക്കണ്ടല്ലോ, മാരകമായിട്ട് അസുഖം ഒന്നൊക്കെ മരിച്ചു പോവോ. അത് കണ്ടോ? ഭാര്യ മരിച്ച ആ ഭർത്താവിന്റെ ഒരു അവസ്ഥ സത്യം പറഞ്ഞ ഒരു ഭയങ്കരമായി വല്ലാത്ത അവസ്ഥയായിരുന്നു. ഇപ്പൊ ആ പുള്ളി ഈ വയലിൻ ഏതാണ്ട് വായിച്ച് ഊട്ടിയില്ല. ഓ, ആ കളിപ്പാട്ടമല്ല, മറ്റേ കളിപ്പാട്ടമാണ്. നീ എന്നെ പൊട്ടനാക്കാതെ റൂട്ട് മാറ്റിക്കൊണ്ട് വരുവാ ഞാൻ.
അതിനിടെ കറി കുത്തിത്തിരിപ്പുണ്ടാക്കരുത്. ഇപ്പൊ ഏതാളൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. അതല്ല തലവേദനക്ക് ഒരു മരുന്ന് പറഞ്ഞതാ. മരുന്ന് ഞാൻ പറഞ്ഞു തരാം. വീട്ടിൽ സപ്പോർട്ടൊക്കെ ഉണ്ടോ? തലവേദന വന്നിട്ട് 5 വർഷമായി, ഒരു സപ്പോർട്ടും ഇല്ല. അതല്ല ചോദിച്ചേ, സപ്പോർട്ടൊക്കെ അവിടെ തൈ ഉണ്ടോന്ന്. സപ്പോർട്ടൊക്കെ തൈ ഉണ്ടോന്ന് എനിക്കറിയാം. അതിന് കായുണ്ട്. അല്ല, അപ്പൊ നീ അറിഞ്ഞു വെച്ചോണ്ട് എന്നെ നീ കുറ്റപ്പെടുത്തുന്നത് ശരിയാണോ? നിങ്ങളൊരു ഒറ്റമൂലി അല്ല ഉണ്ടെങ്കിൽ പറഞ്ഞതാ. അതെല്ലാം സംഘടിപ്പിച്ചു തരാം. പക്ഷെ ഒരു കാര്യമാണ്, എന്തുവാ? തലയുടെ MRI സ്കാൻ ചെയ്ത ഒരു റിസൾട്ട് ഇത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടോ? കൊണ്ടുവന്നോ? പിന്നെ ആഹാ കണ്ടേ, നോക്കിയേ. കൊള്ളാം. എടാ, ഇത് വാതിൽ അടയ്ക്കാതാണോടാ ഈ സ്കാൻ ചെയ്തേ? അതെന്തുവാ? വന്നോണ്ടേ പോയോണ്ട് എല്ലാം തല ഇതിനകത്തുണ്ട്. ഞാൻ ചോദിക്കണം, അവരെല്ലാം വന്നിട്ടുണ്ടോ? ഇല്ല. ഇതെവിടുന്നാ എടുത്തേ? അടൂരിന്ന്. ഇത് അവിടെ കൊണ്ട് കൊടുത്തിട്ടേ നിന്റെ തല എവിടാന്ന് വെച്ചാൽ അവിടെ ചെയ്തിട്ടുണ്ട്. എപ്പോ വരാനാ? എന്നാ എന്റെ തല കൊണ്ട് പോട്ടെ. തലവേദനക്കൊരു മരുന്ന് പറഞ്ഞതാ നിങ്ങള്. അല്ല, പിന്നെ ഒരു മരുന്നുണ്ടായിരുന്നല്ലോ, ജയമോദക വെള്ളം. ജയമോദകോ? ഐമോദകം ഇല്ലയോ? എടാ, മോദകൻ 2 എണ്ണം ഉണ്ട്. അവര് 2 പേര് എൻഷല IMJ ആണോ? ഈ ഐമോദകം എന്ന് പറഞ്ഞാൽ ഞാൻ സുഖിയനാകുന്നു. അത് നിനക്ക് മതിയോ? അത് വേണ്ട. അപ്പൊ ജയമോദക വെള്ളം കുടിക്കണം. കുടിക്കണം. ആ മരുന്ന് തരണമെങ്കിൽ നീ ഒരു 1000 രൂപ എനിക്ക് കഴിഞ്ഞിട്ട് തരണം. ഇല്ല വൈദ്യരെ, ആദ്യം മരുന്ന് തരാതെ ഞാൻ പൈസ തരത്തില്ല. ഈ മരുന്നിന്റെ ഒരു വകുപ്പ് അതുകൊണ്ടാ പറയുന്നേ. ഇല്ല, ആദ്യം മരുന്ന് തരാ നിങ്ങള്. ഒരു കാര്യം ചെയ്യ്, മരുന്നിങ്ങടുത്തേ. ഇത് ഇത് കുടിക്കണം. അത് ചാടിക്കറി പിടിക്കാതെ. പിന്നെ 2 കയ്യും മടങ്ങരുത്. മടങ്ങാതെ വേണം ഇത് കുടിക്കാൻ. പത്തിയുണ്ടോ? ഉണ്ട്. മതിയോടാ. ഞാൻ പത്യം പഠിക്കാൻ വന്നയാണോ? ഈ മരുന്ന് കഴിക്കുമ്പോ ഭക്ഷണക്രമം ഉണ്ടോന്നില്ല ഞാൻ ചോദിച്ചത്. ഉണ്ട്. ഇറച്ചി, മീന്, മുട്ട കഴിക്കണോ? കഴിക്കരുത്. എരി, പുളി, കാന്താരി കഴിക്കല്ലേ? കഴിക്കണം. പച്ചക്കപ്പ, മത്തിക്കറി കഴിക്കണോ? വേണ്ട, പൊറിഞ്ഞോണ്ട് പറഞ്ഞ എനിക്ക് പത്യമില്ലല്ലോ. അവിടെ നിക്കേ, ഞാൻ വരുവാ. അവൻ അവിടെ നിന്ന് കാട്ടുചേന പുഴുകുന്നു. കിട്ടണേ. എങ്ങനെയുണ്ട് നമ്മുടെ ഈ കൂട്ട്? നമ്മുടെ ഈ കൂട്ട് കാരണം എനിക്ക് വീട്ടിൽ പോലും കയറാൻ പറ്റും. അതാണോ ചോദിച്ചേ? നമ്മുടെ ഈ മരുന്നിന്റെ കൂട്ട് എങ്ങനെ ഉണ്ടെന്ന്? അതല്ലേ ഈ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. എന്റെ പൊന്നുമോനെ, ശരിക്കും ഇളക്കണേ, അടി പിടിക്കല്ലേ. അപ്പൊ അക്കാര്യത്തിൽ വൈദ്യൊക്കെ എന്നെ ഒട്ടും വിശ്വാസമല്ലേ, ഞാൻ അങ്ങനെ ചെയ്യും. അതല്ല പറഞ്ഞേ, ശരിക്കും ഇളക്കണം. ഇതിന് അടി പിടിക്കരുത്. ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുവോ? എന്തോ അത് കണ്ടോ? അയ്യോ, അമേരിക്കൻ ഒരു ശില്പമില്ലയോ, എന്തുവാ, ലിബർട്ടി ഓഫ് സ്റ്റാച്ചു. അതുപോലെ ഞാനൊരു പണി കൊടുത്താ. അതോ എപ്പോ വരാം. അല്ലേ സജി? കുടിച്ചോ? മരുന്ന് വരുന്നില്ല. മരുന്ന് വരണമെങ്കിൽ ഇതിനകത്തുനിന്ന് വിരളമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ പണി തന്നെ അല്ലയോ? എന്നൊക്കെ മനസ്സിലായി. അത് പക്ഷെ എനിക്ക് സംശയമുണ്ട്. എന്തോ ഈ മരുന്നൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് പിടിക്കുമെന്നുള്ളത്. പലർക്കും ഞാൻ മരുന്ന് കഴിച്ചു, ശരീരത്തിൽ പിടിക്കുന്നില്ല. എനിക്ക് നാളിന്റെ വല്ല പ്രശ്നമാണോ? നാളിന്റെ വരില്ല കിട്ടുണ്ണി. നാളിന്റെ വരും. വരും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിന്റെ എന്താ പൂരാട വായില്ല? മൂലം അങ്ങനെ ഉണ്ട്. എനിക്കറിയത്തില്ല. എങ്ങനെയുണ്ടടാ? ഞാൻ എന്റെ വീഡിയോ എടുത്തിട്ട് ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ. രാത്രി കിടന്ന് ഉറങ്ങുമുണ്ടല്ലോ, ഞാൻ പേടിച്ച് ഞെട്ടിയുണ്ടല്ലോ, എന്താ ചെയ്യാൻ പറ്റും? എന്നാ പിന്നെ ഉറങ്ങാതിരുന്നാ പോരെ. എടാ, അങ്ങനെ സംസാരിക്കും. പിന്നെന്തോ? എടാ, നീ ഒരു 20 രൂപ മുടക്കണം. മുടക്കുമ്പോ നിനക്ക് ഞാൻ ചരട് ലഭിച്ച് അങ്ങോട്ട് കെട്ടിത്തരും. നിന്റെ പേടി അങ്ങ് മാറും. അപ്പൊ എനിക്ക് 20 രൂപ പേടിയേ ഉള്ളോ? ആര് പറഞ്ഞു? 10-400 രൂപ പേടി കിടക്കുക. കിട്ടുള്ളോ? എന്നാ പോട്ടെ, നമ്മുടെ പയ്യനല്ലയോ, പൈസ ഇല്ലാത്തവനല്ലേ, പിന്നെ ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞപ്പോ അവന് എടാ നിനക്ക് കുച്ചലോ. എനിക്ക് വേണ്ട, ഞാൻ വേറെ ഉള്ള കൂടി പൂച്ചോളാം. ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, വാദത്തിനുണ്ടോ? നല്ലൊരു വക്കീലിനെ കാണണം. അതാണ് ഞാൻ പറഞ്ഞത്. മുട്ടിന്റെ താഴോട്ട് വാദം, അത് മാറാൻ എന്തോ ചെയ്യണം? അത് പോത്തിറച്ചി കഴിക്കണം. ഇറച്ചി കഴിച്ചു, അതുകൊണ്ട് പോത്തില്ല. അതെങ്ങനെയാ കാണുന്നേ? ആ പോത്തിന്റെ ഇറച്ചിയല്ലേ നീ കഴിച്ചേ, പിന്നെ പോത്തില്ല. ഒന്നാമത്തെ കാര്യം നല്ല വീട്ടിൽ പോലും ആളില്ല. എടാ, വീട്ടിൽ ആളില്ല. നിന്റെ പെണ്ണുമ്പോൾ എന്തിയേ? നിന്റെ പൊന്ന് വൈദ്യരെ, ഒരു കുന്നും പുറത്താണ് എന്റെ വീട്. ഞാനാണോ വെച്ചേ? അല്ല, പഞ്ചായത്തിൽ തന്നതാ. നേരെ വെളുക്കുമ്പോണ്ടല്ലോ, ഇവിടെ വെള്ളം ഒഴിച്ചു പോകുന്നുണ്ട്, താഴോട്ട് ഒറ്റ പോക്ക. പെണ്ണുമ്പിള്ളയുടെ പേരെന്തുവാ? ഗംഗ. പിന്നെ അത് കുന്നിന്റെ പുറത്ത് നിൽക്കുവോ? വല്ല തങ്കമേലും കണ്ട വിട്ടായിരുന്നെങ്കിൽ അവൾ എവിടെയാലും തങ്ങിയോ?